മുതിർന്ന പൗരന്മാരുടെ ശാരീരിക, മാനസിക, സാമൂഹിക ക്ഷേമം ലക്ഷ്യമിട്ട് കണ്ണൂർ ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റൽ സ്റ്റെപ്സ് കെയർ ബിയോണ്ട് ഏജ് ബൈ BMH എന്ന പേരിൽ പുതിയ കൂട്ടായ്മയ്ക്ക് തുടക്കം കുറിച്ചു. മുതിർന്ന പൗരന്മാർക്ക് ആരോഗ്യപരമായും സാമൂഹികമായും കൂടുതൽ സജീവമായ ജീവിതം നയിക്കാൻ സഹായിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഈ കൂട്ടായ്മ രൂപീകരിച്ചത്. എല്ലാ മാസവും വിവിധ മേഖലകളിൽ നിന്നുള്ള മുതിർന്ന പൗരന്മാരെ ഒരുമിച്ച് കൊണ്ടുവന്ന് ആരോഗ്യ ബോധവൽക്കരണ ക്ലാസുകൾ, സെമിനാറുകൾ, സംവാദങ്ങൾ, സംശയ നിവാരണ പരിപാടികൾ, വിനോദ സാംസ്കാരിക പരിപാടികൾ, സാമൂഹിക ഇടപെടലുകൾ എന്നിവ സംഘടിപ്പിക്കാനാണ് പദ്ധതിയിടുന്നത്. ആരോഗ്യപരമായ അറിവുകൾ പങ്കുവയ്ക്കുന്നതോടൊപ്പം അവരുടെ വ്യക്തിപരമായ വളർച്ചയ്ക്കും സാമൂഹിക ഇടപെടലുകൾക്കും ആവശ്യമായ പിന്തുണ നൽകുകയും സമൂഹത്തിന്റെ മുഖ്യധാരയിലേക്ക് കൂടുതൽ സജീവമായി അവരെ കൈപിടിച്ച് എത്തിക്കുകയുമാണ് സ്റ്റെപ്സ് ലക്ഷ്യമിടുന്നത്. ഉദ്ഘാടന വേള ഏറെ ഹൃദയസ്പർശിയായ നിമിഷങ്ങൾക്കും വേദിയായി. പതിറ്റാണ്ടുകൾക്ക് ശേഷം ഒരുമിച്ച് പഠിച്ച സഹപാഠികളെ വീണ്ടും കണ്ടുമുട്ടാനും പഴയ സൗഹൃദങ്ങൾ പുതുക്കാനും കൂടിക്കാഴ്ചയ്ക്കായി. 60 വർഷങ്ങൾക്ക് ശേഷം തന്റെ പഴയ സഹപാഠിയെ കാണാൻ സാധിച്ചതിന്റെ സന്തോഷം പങ്കുവച്ച അംഗങ്ങളുടെ അനുഭവങ്ങൾ വൈകാരിക നിമിഷങ്ങളായി. കാലത്തിന്റെ ഒഴുക്കിൽ അകന്നുപോയ സൗഹൃദങ്ങളും ബന്ധങ്ങളും വീണ്ടും കോർത്തിണക്കുക എന്നതും സ്റ്റെപ്സിന്റെ പ്രധാന ലക്ഷ്യങ്ങളിൽ ഒന്നാണെന്ന് നോർത്ത് കേരള ക്ലസ്റ്റർ CEO നിരൂപ് മുണ്ടയാടൻ പറഞ്ഞു. സ്റ്റെപ്സ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് ഞങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് എന്ത് നല്ല പേര് കൊടുത്ത് ഇതിനെ വിളിക്കും എന്നായിരുന്നു കാര്യമായിട്ട് ചിന്തയുണ്ടായിരുന്നത്. സ്റ്റെപ്സ് എന്നുള്ളത് എല്ലാ അർത്ഥത്തിലും ആവട്ടെ എന്ന് ചിന്തിച്ചിട്ടാണ് സ്റ്റെപ്സ് എന്നുള്ള സ്ഥാനത്തേക്ക് പോയത്. ഇംഗ്ലീഷ് വാക്കായി മലയാളം വാക്കും സംസ്കൃതം ഒക്കെ കുറെ നോക്കി, ഒന്നും ഒരു ഭംഗിയുള്ള പേര് കിട്ടുന്നില്ല. അങ്ങനെയാണ് അവസാനം സ്റ്റെപ്സിലേക്ക് ഇറങ്ങിയത്. സ്റ്റെപ്സ് കയറ്റങ്ങളും ഇറക്കങ്ങളും ഉണ്ടാവും. കയറ്റങ്ങൾ ഇറക്കങ്ങളുള്ള സമയത്ത് എപ്പോഴെങ്കിലും ഒന്ന് കൈപിടിക്കണം തോന്നുവാണെങ്കിൽ ആ കൈപിടിക്കാനുള്ള ഒരു സമൂഹമായിരിക്കണം നമ്മുടെ മുമ്പിൽ ഉണ്ടാവേണ്ടെന്നുള്ള ചിന്തയാണ് ആ സ്റ്റെപ്സും കെയർ ബിയോണ്ട് ദ ഏജ് എന്നുള്ള കൺസെപ്റ്റിലേക്ക് നമ്മൾ എത്താനുള്ള പ്രധാന കാരണങ്ങളിലൊന്ന്. ഇതൊരു BMHന്റെ പ്രോഗ്രാം അല്ല. എന്നാൽ ബേബി ഹോസ്പിറ്റലിന്റെ എല്ലാവരും ഈ പ്രോഗ്രാമിന്റെ കൂടെ ഉണ്ടാവും. ഇതാണ് എന്റെ കൺസെപ്റ്റ്. ഈ കൺസെപ്റ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് വളരെ വളരെ സിമ്പിൾ ആയിട്ട്, നമ്മളെ കുറച്ച് കാലങ്ങളായിട്ട്, ഞാൻ ഈ ഫീൽഡിൽ കുറച്ച് കാലങ്ങളായിട്ട് വർക്ക് ചെയ്യുന്ന ഒരാളാണ്. പ്രത്യേകിച്ച് ഹെൽത്ത് കെയർ ഫീൽഡിൽ ഏറ്റവും കൂടുതൽ അനുഭവിക്കുന്ന പ്രശ്നങ്ങളിൽ ഒന്ന് സപ്പോർട്ടിന് ആരും ഇല്ലാത്തൊരു പ്രശ്നം കാര്യമായിട്ട് അനുഭവിക്കുന്നുണ്ട്. ഞാൻ ഇപ്പോ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങളൊന്നാണ്. എന്നാൽ ഇതേ കാറ്റഗറിയിൽ കിടക്കുന്ന നമ്മുടെ സമൂഹത്തിലുള്ള മറ്റുള്ളവർക്ക് ഈ ആശുപത്രിയും ഹെൽത്ത് കെയർ സിസ്റ്റവും ആയിട്ടുള്ള കണക്ടിവിറ്റി എപ്പോഴും പ്രശ്നമാവാറുണ്ട് എന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. അത് തന്നെയാണ് ആക്ച്വലി നമ്മൾ ഇതുപോലത്തെ ഒരു പ്രോഗ്രാമിനും കൂട്ടായ്മയ്ക്ക് നിങ്ങളെല്ലാവരും ക്ഷണിക്കാനുള്ള പ്രധാന കാരണങ്ങളൊന്ന്. മാനസികവും ശാരീരികവുമായ ഉല്ലാസത്തിന് എന്തൊക്കെ വേദികൾ ഒരുക്കാൻ നമുക്ക് പറ്റുമോ ആ വേദി ഉണ്ടാക്കിയെടുക്കുക എന്ന ഒരൊറ്റ ലക്ഷ്യം മാത്രമേ ഇതിൽ BMH കൊണ്ട് ഉദ്ദേശിക്കുന്നുള്ളൂ, അല്ലെങ്കിൽ BMH ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നുള്ളൂ. വയസ്സ് എന്നത് ഇപ്പോൾ വെറും നമ്പർ ആയിക്കൊണ്ടിരിക്കുന്ന ഒരു കാലത്തിലാണ്. ഞാൻ എല്ലാ ദിവസവും വീട്ടിൽ നിന്ന് പറയുന്ന സാധനം, റിട്ടയർമെന്റ് ഏജ് ഒക്കെ ഒരു 75 ആക്കേണ്ട സമയം അതിക്രമിച്ചിട്ടുണ്ട്. എന്റെ പരിചയത്തിലുള്ള കുറെ ആൾക്കാർ എല്ലാവരും 70+ ആൾക്കാരാണ്. പക്ഷെ ഇവരെല്ലാവരും 40കളുടെ അല്ലെങ്കിൽ 30കളുടെ ചുറുചുറുക്കുള്ള ആൾക്കാരാണ്. ശാരീരികവും മാനസികവുമായ ഒരവശതകളും അനുഭവിക്കാത്ത വിഭാഗത്തിലാണ് ഇപ്പൊ ആ ഏജ് ഗ്രൂപ്പിലുള്ളതെന്നുള്ളതാണ് വ്യത്യാസം. കുറച്ച് കമ്പാരിറ്റീവ് ഒരു 10 വർഷങ്ങൾക്ക് മുമ്പേ ഉണ്ടായിരുന്നു. ഇതൊക്കെ ഈ മോഡേൺ മെഡിസിന്റെ ചേഞ്ചസ് തന്നെയാണ് കൊണ്ടുവന്നിട്ടുള്ളതെന്ന് മറക്കരുത്. അതിനാണ് മോഡേൺ മെഡിസിൻ അപ്പോൾ നമ്മളെ പോലത്തെ ആൾക്കാർ ഈ കാര്യങ്ങളിലേക്ക് നീങ്ങുകയും ഇത് എങ്ങനെയാണ് സമൂഹത്തിലേക്ക് എത്തിക്കുക എന്നുള്ളത് കുറച്ചുകൂടി ഗാഢമായി സംസാരിക്കുകയും ചിന്തിക്കുകയും ചെയ്യുന്ന ഒരു സമൂഹത്തിന് ഉണ്ടാക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നതിന്റെ പ്രധാന കാരണങ്ങളൊന്നാണ്. അറിവ് പങ്കുവെക്കുക എന്നതിലുപരി വളരെ സിൻസിയർ ആയിട്ട് ആ അറിവ് പങ്കുവെക്കുക എന്ന ലെവലിലേക്ക് ഈ സ്ഥാപനത്തിനെ കൊണ്ടുവരിക, സ്റ്റെപ്സ് എന്ന് പറയുന്ന ഈ പ്രോഗ്രാമിനെ കൊണ്ടുവരിക എന്നൊരു ഉദ്ദേശം ഇതിനകത്തുണ്ട്. നേരത്തെ പറഞ്ഞു, എന്തൊക്കെയാണോ നിങ്ങളുടെ ആവശ്യങ്ങൾ, ശാരീരികവും മാനസികവുമായ ഉല്ലാസത്തിന് ആവശ്യമുള്ള കാര്യങ്ങൾ, ശാരീരികവും മാനസികവുമായി നമ്മൾ അനുഭവിക്കുന്ന വെല്ലുവിളികൾ, അതാണല്ലോ ആരോഗ്യ സംബന്ധമായ പ്രശ്നങ്ങൾ, അതാണല്ലോ എപ്പോഴും വരുന്നത്. ഇതിലെന്തെങ്കിലും സംശയങ്ങൾ വരുന്നു, ഒരു ഡോക്ടറോട് ഒരു കാര്യം ചോദിക്കണം എന്ന് തോന്നുന്നു, ഡോക്ടറോട് ചോദിക്കണം എന്ന് തോന്നുന്ന സമയത്ത് ഈ സ്റ്റെപ്സിന്റെ കോർഡിനേറ്ററുമായിട്ട് നിങ്ങൾക്ക് സംസാരിക്കാം, അല്ലെങ്കിൽ സ്റ്റെപ്സിന്റെ ചെയർമാൻ എന്ന് പറയുന്ന ആൾക്കാരായിട്ട് സംസാരിക്കാം. നമ്മുടെ തന്നെ സീനിയർ ഡോക്ടർമാർ ഇതിന്റെ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിൽ ഉണ്ടാവും. ഈ കമ്മിറ്റി വ്യത്യസ്ത പ്രോഗ്രാം നടത്തുന്നു. ഈ സ്റ്റെപ്സ് നിങ്ങളുടെ പ്രോഗ്രാമാണ്. ഇത് ബേബി മെമ്മോറിയലായിട്ട് യാതൊരു ബന്ധമില്ല. ഒന്നുകൂടി വിശദീകരിച്ചു തരാം. നിങ്ങളുടെ പ്രോഗ്രാമാണ്. നിങ്ങളുടെ പ്രോഗ്രാം നടത്താൻ സൺഡേകളിൽ ഒരു പ്രോഗ്രാം നടത്തണം, സാറ്റർഡേയിൽ ഒരു പ്രോഗ്രാം നടത്താനുണ്ട്, ഞങ്ങളെല്ലാവരും കൂടി ചേരുന്നുണ്ട്. നിങ്ങൾക്ക് നിങ്ങളുടെ പ്രോഗ്രാം സെറ്റ് ചെയ്യാം. ഇത് എക്സ്ക്ലൂസീവ്ലി മോഡേൺ മെഡിസിന് വേണ്ടി മാത്രമുള്ള സാധനമൊന്നുമല്ല. നിങ്ങൾ വിചാരിക്കുന്ന ഒരു കാര്യം ചെയ്യും, ഒരു ആയുർവേദ ഡോക്ടറെ കൊണ്ടുവന്ന് ക്ലാസ് എടുപ്പിക്കണം വിചാരിക്കും. നിങ്ങൾ ആയുർവേദ ഡോക്ടറെ കൊണ്ട് ക്ലാസ് എടുപ്പിച്ചോളൂ. ഈ പ്ലാറ്റ്ഫോം, ഈ സ്പേസ് നിങ്ങൾക്ക് ഉപയോഗിക്കാം. നോക്കൂ, ഇതൊരു
4500 സ്ക്വയർ ഫീറ്റുള്ള ഒരു ഓഡിറ്റോറിയം. പണി ഫുൾ കഴിഞ്ഞിട്ടില്ല, ഇനിയും വരാനുണ്ട്. പണി കുറച്ചും കൂടി കഴിയുമ്പോഴത്തേക്ക് ഗംഭീര ഓഡിറ്റോറിയങ്ങളിൽ ഒന്നാണ്. കണ്ണൂരിൽ തന്നെ ഇത്രയും നല്ല ഓഡിറ്റോറിയം ഉണ്ടാവാൻ സാധ്യതയില്ല എന്ന് എനിക്ക് തോന്നുന്നത്. അപ്പോ ഈ സ്പേസ് ഉപയോഗിക്കാം, ഈ സ്ഥാപനത്തിന് ഉപയോഗിക്കാം, ഈ സ്ഥാപനത്തിന്റെ റെപ്യൂട്ടേഷൻ ഉപയോഗിക്കാം. സ്റ്റെപ്സ് നടത്തുന്ന പ്രോഗ്രാം എന്താണെന്നുള്ളത് ഒരു ഡിസ്കഷൻ വേണമെന്ന് മാത്രം. കാരണം സ്റ്റെപ്സ് പവേർഡ് ബൈ BMH ആയതുകൊണ്ട് BMHന്റെ പേരിന് കളങ്കം ഉണ്ടാക്കുന്ന രീതിയിലുള്ള കാര്യങ്ങൾ നീക്കരുത് എന്ന് മാത്രമേ ഉള്ളൂ. അല്ലാത്ത എല്ലാ കാര്യങ്ങളും നമുക്ക് സഹകരിച്ചുകൊണ്ട് മുന്നോട്ട് പോകാം. ആരോഗ്യ സംരക്ഷണത്തിന് അതീതമായി സാമൂഹിക ബന്ധങ്ങൾ ശക്തിപ്പെടുത്തുകയും ജീവിതത്തിന് പുതിയ ഉണർവ് നൽകുകയും ചെയ്യുന്ന ഒരു വേദിയായിരിക്കും സ്റ്റെപ്സ് എന്ന് അദ്ദേഹം വ്യക്തമാക്കി. പരിപാടിയുടെ ഭാഗമായി ബേസിക് ലൈഫ് സപ്പോർട്ട് അവബോധ ക്ലാസ്, ആരോഗ്യ ബോധവൽക്കരണ സെഷനുകൾ, സംവാദങ്ങൾ എന്നിവയും സംഘടിപ്പിച്ചു. വരും മാസങ്ങളിൽ കൂടുതൽ വിപുലമായ പ്രവർത്തനങ്ങളുമായി സ്റ്റെപ്സ് മുൻപോട്ട് പോകുമെന്ന് സംഘാടകർ അറിയിച്ചു. BMH നോർത്ത് കേരള ക്ലസ്റ്റർ CEO നിരൂപ് മുണ്ടയാടൻ ഉദ്ഘാടനം ചെയ്ത ചടങ്ങിൽ കണ്ണൂർ BMH മെഡിക്കൽ അഡ്വൈസർ ഡോക്ടർ മുഹമ്മദ് അബ്ദുൽ നാസർ EK, ന്യൂറോളജി വിഭാഗം ചീഫ് ഡോക്ടർ N മോഹനൻ, ഹോം കെയർ വിഭാഗം ചീഫ് ഡോക്ടർ സുദേവ്, ഗൈനക്കോളജി വിഭാഗം സീനിയർ കൺസൾട്ടന്റ് ഡോക്ടർ ഗോപിനാഥൻ, എമർജൻസി വിഭാഗം കൺസൾട്ടന്റുമാരായ ഡോക്ടർ നിതിൻ അക്കൽ, ഡോക്ടർ കണ്ണൻ, ഓപ്പറേഷൻസ് വിഭാഗം AGM BRP ഉണ്ണിത്താൻ എന്നിവർ സംസാരിച്ചു. കണ്ണൂർ BMH കെയർ അറ്റ് ഹോം ഇനി മുതൽ ഒരൊറ്റ ഫോൺ കോളിൽ രോഗി പരിചരണം വീട്ടിലെത്തും. പരിചയസമ്പന്നരായ നഴ്സുമാരുടെയും ഡോക്ടർമാരുടെയും മറ്റ് വിഭാഗങ്ങളുടെയും സേവനം വിളിക്കൂ 9061 423 423. ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റൽ, കണ്ണൂർ. BMH അറ്റ് ഹോം 9061 423 423.